ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ചെമ്പരത്തി കൊണ്ടുള്ള ഒരു താളിയാണ്. പണ്ടത്തെ കാലത്ത് താളി തേച്ചുള്ള കുളി ഒരു ശീലമായിരുന്നു. വേനൽക്കാലത്ത് വേണം താളി തേച്ച് കുളിക്കാൻ. പുതിയ മുടി ഉണ്ടാവാനും തലയ്ക്ക് നല്ല കുളിർമ നൽകാനും താളി തേച്ചുള്ള കുളി വളരെ നല്ലതാണ്. താളിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ചെമ്പരത്തിയുടെ പൂവ് 2-3 എണ്ണം, ഇല നമ്മൾ തളിരിലയാണ് ഉപയോഗിക്കുന്നത്, 15 എണ്ണം, വേപ്പില കുറച്ചെടുക്കുക. വേപ്പില ഉപയോഗിക്കുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനാണ്. ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചെമ്പരത്തിയുടെ പൂവും ഇലയും വേപ്പിലയും കഴുകിക്കളയണം. ആദ്യം പൂവിൻ്റെ ഞെട്ട് പൊട്ടിച്ച് മാറ്റുക. അതിനുശേഷം വേണം ഇത് കഴുകിയെടുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. യാതൊരു കെമിക്കലുകളും ഇല്ലാത്ത ഒരു പ്രകൃതിദത്ത ഷാമ്പു ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ചെമ്പരത്തിയുടെ പൂവും ഇലയും വേപ്പില മാത്രമേ ഉപയോഗിക്കാനുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം, അരച്ചെടുക്കാൻ, നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ താളി ഉണ്ടാക്കുന്നത്. പലതരത്തിൽ പല താളികൾ ഉണ്ടാക്കാറുണ്ട്. ഈ മെത്തേഡിലാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ആദ്യം തന്നെ ഈ ജാറിലോട്ട് വേണം ഈ ഇലയും പൂവൊക്കെ നന്നായിട്ട് പിച്ചിയിടാൻ. നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അങ്ങനെ തന്നെ ഇട്ടത് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് പിച്ചിയിടുന്നത്. അപ്പോൾ അത് വേഗം നന്നായിട്ട് അരഞ്ഞ് കിട്ടും. പൂവും എല്ലാം കൂടിയിട്ട് ഒന്ന് പിച്ചിയിടുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. അടിച്ചെടുത്തതിന് ശേഷം ഇത് വേണമെങ്കിൽ നന്നായിട്ട് അരിച്ചെടുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഉപയോഗിക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. താളി തലയിൽ തേക്കുന്നത് ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് തല നന്നായിട്ട് കുതിർത്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ താളി തേക്കുക. താളി തേക്കുമ്പോൾ നമ്മൾ ആദ്യം ബാക്ക് വശത്തു നിന്നാണ് താളി തേച്ച് തുടങ്ങുക. ബാക്കിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിൽ തേക്കുന്നത്. എന്നിട്ട് മൊത്തം എല്ലായിടത്തേക്കും എത്തിക്കുകയാണ് ചെയ്യണത്. ചിലവരത് 10 മിനിറ്റോളം തലയിൽ തേച്ച് വെച്ചിട്ടാണ് കുളിക്കാറ്. നേരെ കുളിക്കണവരുണ്ട്. തലയിൽ തേച്ചിട്ട് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നീരിറങ്ങാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് വായിൽ വെള്ളം പിടിച്ചിട്ട് വേണം ഇത് തേച്ച് പിടിപ്പിക്കാനും തല കുളിക്കാനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ബൈ.